എൻജിനീയറിങ് താല്പര്യമില്ലാതെയാണ് ഞാൻ കയറിയത്. അതും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു ട്രേഡായിരുന്നു. ഇലക്ട്രോണിക്സ് ആണ് ഞാൻ പഠിച്ചത്. ഓക്കെ. അപ്പം ഞാൻ IEEE എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ വോളണ്ടിയർ ചെയ്യുന്ന ഒരു ആളായിരുന്നു. അപ്പം അവിടെ വന്നിട്ട് നമ്മുടെ കോളേജസിൽ ഇങ്ങനെ ഈവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഈവൻറ്റിന് നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ ആലോചിച്ചു വേറെ ആരും ഇല്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ. പിന്നെ ഐ ഗോട്ട് ഹുക്ഡ്. പിന്നെ ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ആസ് എ ചൈൽഡ്, ആസ് എ കിഡ് ഐ വാസ് എൻ ആർട്ടിസ്റ്റ്. സ്കൂളിലായാലും ഞാൻ ആർട്ടിൽ ഭയങ്കര എക്സൽ ചെയ്യുന്ന ഒരാളായിരുന്നു. കോമ്പറ്റീഷൻസ് പോവും, പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളുണ്ടല്ലോ, നമ്മളൊരു 10ാം ക്ലാസ് 12ാം ക്ലാസ്സൊക്കെ കഴിയുമ്പം നമ്മൾ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വരും, ട്യൂഷനാവും. അങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ ഫോക്കസ് മാറും. അപ്പോഴത്തേക്ക് നമ്മൾ എന്താണ് നമുക്ക് ട്രൂലി ആഗ്രഹിക്കുന്നതെന്നുള്ളത് നമ്മൾ മറന്നുപോകും. അപ്പം എനിക്ക് തോന്നുന്നു ഞാനും അങ്ങനെ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് എൻജിനീയറിങ് ആയപ്പോൾ ഇങ്ങനെ ഒരു ഈവൻറ്റ് വന്നപ്പം അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ് അവസാനം ഡിസൈനിലേക്ക് എത്തിയത്. പിന്നെ IEEEന് വേണ്ടി കുറേ വോളണ്ടിയർ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രിൻറ്റിങ് മെറ്റീരിയൽസ് ആയാലും അങ്ങനത്തെ സാധനം കുറേ ചെയ്ത് വന്നപ്പോഴാണ് ആ ഒരു സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയത്. സോ ഐ നോ യു മേക്ക് ഹാൻഡ് റിട്ടൺ കാർഡ്സ്. അപ്പോൾ ഈ കാർഡ് മേക്കിംഗ് ഒക്കെ ഇതിൽ നിന്ന് വന്നതായിരിക്കുമല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ അത് കഴിഞ്ഞ് പ്രൊഡക്റ്റ് ഡിസൈനറായി. അപ്പോൾ അത് ആക്ച്വലി ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ ഹാൻഡ് റിട്ടൺ കാർഡ്സിന് ഈ രണ്ടിലും ഡിസൈൻ ഫിലോസഫി ഒക്കെ സെയിം ആയിട്ടാണോ കൊണ്ടുപോകാറ്? യെസ്. സോ അത് ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് എന്നെ ഈ ഹാൻഡ് മെയ്ഡ് ജേർണിയിൽ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുന്നത്, എൻ്റെ ആസ് എ ചൈൽഡ് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ആർട്ട് ക്രാഫ്റ്റ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സ്റ്റേഷനറി സ്റ്റോറിൽ പോവുകയാണെങ്കിൽ. ഇന്നും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ അതാണ് ശരിക്കും ഒരു ഹാൻഡ് മെയ്ഡ് ജേർണി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇതിൽ പോകണം എന്നുള്ളത്. എന്താ പറയുക, അതിനെ ഇൻസ്പയർ ചെയ്തത് അതാണ്. ഓൾസോ ഇപ്പം പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടാണ് പോകുന്നത്. ബിക്കോസ് ഇവിടെ ഞാൻ ചെയ്യുന്ന കുറേ സാധനങ്ങൾ എനിക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും കളേഴ്സായിട്ട് പ്ലേ ചെയ്യുന്നതാണ്. ബിക്കോസ് ഇത് കൂടുതൽ അത് ആർട്ട് വർക്കാണ്. അപ്പം വിഷ്വൽ സാധനം ഞാൻ അവിടെ കുറേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ നോളജ് എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാറുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. ഗോട്ട് ഇറ്റ്. സോ നമ്മൾ ഈ UI/UX പഠിക്കാൻ വരുന്നവരുടെ പലരുടെ ഒരു ഡൗട്ടാണ്, ക്രിയേറ്റിവിറ്റി എന്നുള്ള സാധനം വേണോ ഇത് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക്? അതായത് കുറേ ആൾക്കാർ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും ഓൾറെഡി, പക്ഷെ കുറേ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ അത്ര ക്രിയേറ്റീവ് ആയിരിക്കില്ല. അപ്പം വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? അതായത് ഓൾറെഡി നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾക്ക് പറ്റിയതാണോ ഈ കോഴ്സ്? ഓൾറെഡി ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്ക് ആക്ച്വലി ഈ കോഴ്സ് അല്ല, ഈ ഒരു കരിയർ ആക്ച്വലി ഭയങ്കര നല്ലത് തന്നെയാണ്. ബിക്കോസ് ഈ ഒരു കരിയറിൽ അവർ സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഈസി ആയിട്ട് അവർക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പോൾ ക്രിയേറ്റീവ് അല്ല, ഞാൻ വരയ്ക്കില്ല, എനിക്ക് നോളജ് ഇല്ല എന്ന് പറഞ്ഞ് ഈ ഒരു കരിയറിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ല. ബിക്കോസ് എ ലോട്ട് ഓഫ് റിസർച്ച് ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ഹൂ കറൻ്റ്ലി വർക്ക് ആസ് UX റിസർച്ചർ അങ്ങനത്തെ റോൾസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒന്നും ചിലപ്പം കുട്ടിക്കാലത്ത് വരച്ചിട്ടുണ്ടാവില്ല. സോ ഐ തിങ്ക് അത് ഒരു നിർബന്ധമേ അല്ല, ലൈക്ക് അങ്ങനെ ഒരു ഇതില്ല. ആൻഡ് ഇത് നമ്മളെങ്ങനെ പഠിക്കുന്നു, നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആ ഒരു ഡിസൈൻ കരിയറിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. സോ ആസ് യു മെൻഷൻ ബിഫോർ, നമ്മളൊക്കെ BTech പഠിച്ചിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഫീൽഡിലാണ്. അപ്പം ഇത് കണ്ടിരിക്കുന്ന പലവരും ഈ പറഞ്ഞ പോലെ BTech ഉള്ളവരുണ്ടാവും, BArch പഠിക്കുന്നവരുണ്ടാവും, കൊമേഴ്സ് പഠിക്കുന്നവരുണ്ടാവും, ഡിഫറെൻറ്റ് സ്ട്രീംസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ പഠിച്ച സ്ട്രീമിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യണോ, അതോ ഡിഫറെൻ്റ് എടുത്താൽ എന്ത് കുഴപ്പമുണ്ടോ? അതിനെ പറ്റിയിട്ടൊന്ന്. ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് എടുത്ത ആളാണ്. സോ ലിറ്ററലി ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഇലക്ട്രോണിക്സ് ആ കരിയറിൽ നിന്ന് ലിറ്ററലി ഒരു U-ടേൺ എടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന ടൈമാണ്. അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ആയാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് ഉണ്ട്, ഫ്രീ കോഴ്സസ് ഉണ്ട്, ആൻഡ് ഒത്തിരി റിസോഴ്സസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. സോ റൈറ്റ് നൗ ഇഫ് യു ഫീൽ ലൈക്ക്
you need a career switch or you need to explore this path, then this is the time actually. So ആർക്കായാലും അത് ഡൂവബിൾ ആണ്. ഓക്കെ. സോ ഇത്രയും കാലം വർക്ക് ചെയ്തതിൽ എൻട്രിയിൽ വർക്ക് ചെയ്ത ഒരു പ്രൊജക്റ്റ് വിച്ച് യു ആർ വെരി പ്രൗഡ് ഓഫ്? ഓക്കെ, സോ ഇതിനകത്ത് പ്രൗഡിനെക്കാട്ടിലും ഐ വിൽ സേ ടോക്ക് അബൌട്ട് എ പ്രോജക്റ്റ് വിച്ച് ഐ ഹാഡ് എ ലേണിംഗ് കർവ്. ഓക്കെ, സോ നമ്മുടെ ആപ്പിൽ റേറ്റിംഗ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിം വർക്ക് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ എൻട്രി എലിവേറ്റ് കോഴ്സസിനാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഇപ്പം ഒരാൾക്ക് വരുന്ന ഒരാൾക്ക് എന്താണ്, ഒരു ലൈവ് ക്ലാസ് കഴിഞ്ഞു, അതിൽ ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. അത് എന്താണോ അതിനനുസരിച്ച് അത് ക്ലിക്ക് ചെയ്യുക, പോവുക എന്നുള്ളതായിരുന്നു. അപ്പം നമ്മുടെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്റ്റാർ to 3 സ്റ്റാർ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മോശമായത്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ്, റീസൺസ് ചോദിക്കും. എന്നിട്ട് അത് അവർക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവർക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കമൻറ്റ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, എന്നിട്ട് പോകാം. അപ്പോൾ 4 and 5 ആണെങ്കിൽ അവർക്ക് ഈ കമൻറ്റ്സ്, ഈ ഒരു സ്റ്റെപ്പ് അവർക്ക് സ്കിപ്പാവും. അപ്പോൾ നമ്മൾ ഇത് റോൾ ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ ഉള്ള ഒരു ഫാസിനേറ്റിംഗ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ആർ വോട്ടിങ് 1 സ്റ്റാർ. ഓക്കെ. എന്നിട്ട് കമൻസിൽ പറയുന്നു അടിപൊളിയാണെന്ന്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സിൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. അങ്ങനെ തിങ്ക് വരുന്നുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഷോക്കിംഗ്, അറ്റ് ദ സെയിം ടൈം ഫാസിനേറ്റിംഗ് ലേണിംഗ് ആയിരുന്നു. അപ്പം ഇപ്പം ഞാനും എൻ്റെ ഒരു കോവർക്കും കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തത്. അപ്പം അതിൽ നമ്മളിപ്പം നെക്സ്റ്റ് ഫേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ അവിടെ ഇപ്പോൾ 1 സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് അല്ലെങ്കിൽ വെരി ബാഡ്, അങ്ങനെ ഒരു ഇത് കൊടുക്കുക, സോ ദാറ്റ് യൂസറിന് അത് മനസ്സിലാവും. അപ്പം സോ നമ്മൾ ഇങ്ങനെ സൈക്കോളജിക്കലി യൂസേഴ്സ് എങ്ങനെ തിങ്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ അത്രയും ഡെപ്തിൽ പോയി, ഇതൊരു സിമ്പിൾ സാധനമാണ്, റേറ്റ് ചെയ്യുന്നു പോകുന്നു, അത് സിമ്പിൾ, ബട്ട് ഇത്രയും ഡെപ്തിൽ പോകുന്ന ഒരു സംഭവമാണത്. സോ അത് ഭയങ്കര ഒരു ലേണിംഗ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഫീച്ചറിന് ആക്ച്വലി 53%ഓളം അഡാപ്റ്റേഷൻ റേറ്റ് ഉണ്ട്. ഓക്കെ. സോ വി ആർ ട്രൈങ് ടു ഇംപ്രൂവ് ദാറ്റ് റൈറ്റ് നൗ. ഓൾറൈറ്റ്. അപ്പം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ സൈറ്റ്സിൽ 1 സ്റ്റാർ ഇട്ടിട്ട് നല്ല അടിപൊളി റിവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ ചിലപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അതെ, അതാണ് അത് നമ്മൾ ആരും ചിന്തിക്കത്തില്ല. അപ്പം സോ ആ ഒരു ലെവലിൽ എസ്പെഷ്യലി നമ്മുടെ യൂസർ ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ Tier 2 Tier 3 സിറ്റീസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് അറിയില്ലായിരിക്കും. കറക്റ്റ്. നമ്മൾ വരുന്നത് വേറൊരു ഡിഫറൻസ് സ്ഥലത്തു നിന്നാണ്, നമുക്കറിയാമെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയണം എന്നില്ല. അതെ. സോ ആ ഒരു എംപത്തി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ UI/UXൽ ഈ ക്രിയേറ്റിവിറ്റീനെക്കാട്ടിലും എംപത്തി ആൻഡ് സൈക്കോളജി അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഒരു ആസ്പെക്റ്റിലും കൂടി നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബെറ്റർ ഡിസൈനറായിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു പാർട്ടിൽ നമ്മൾ നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം എ വെരി ഗുഡ് UI/UX or a product designer. ഓൾറൈറ്റ്. ഓക്കെ. ഇപ്പം മൊത്തത്തിലുള്ളൊരു ബസ് വേർഡാണ് AI. ജെനെ വന്നു, ഇനി എല്ലാ ജോബ്സും പോകുന്നു എന്നുള്ളത്. സോ മൈ obvious next question is this: will AI replace UI/UX? No, I don't think so. Because ഇപ്പോൾ തന്നെ AI എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ UI/UX ഡിസൈനർ ഐ വുഡ് സേ ഇറ്റ് ഹാസ് ഓൺലി ഹെൽപ്ഡ് അസ് പുഷ് ഫോർവേഡ് ആക്ച്വലി. അതായത് നമ്മൾ ഒരിക്കലും AI-നെ നമ്മുടെ അറ്റാക്കറാണെന്നുള്ളത് വിചാരിക്കാതെ നമ്മുടെ ഫ്രണ്ടായിട്ട് കരുതുക. ബിക്കോസ് അതിനകത്ത് നമുക്ക് കുറേ സാധനം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ മാനുവലി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് എ UI/UX ഡിസൈനർ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI യൂസ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യും വെദർ ദിസ് ഇസ് വാലിഡ്, അങ്ങനത്തെ സാധനം. റിസർച്ച് പാർട്ട് അല്ല ഞാൻ പറയുന്നത്, ഞാൻ ക്രിയേറ്റീവ് പാർട്ടാണ് പറയുന്നത്. അപ്പം എന്നിട്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് വി ഡിസ്കസ് വിത്ത് ദ പ്രോഡക്റ്റ് മാനേജേഴ്സ്. അപ്പോൾ ഇത് ഫീസിബിൾ ആണോ, അപ്പം നമ്മൾ എൻജിനീയേഴ്സായിട്ട് ഇരിക്കും. അപ്പം അവർ പറയും ഇത് ചിലപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ആവില്ല. അപ്പം അതിനൊക്കെ നമ്മൾ AI ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് യൂസ് ചെയ്യാം. പിന്നെ മൈക്രോ കോപ്പി ജനറേറ്റ് ചെയ്യാൻ
പിന്നെ ഇപ്പം പണ്ടൊക്കെ നമ്മൾ സ്റ്റോക്ക് ഇമേജസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് AI വെച്ചിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യാം. സോ ദ പോസിബിലിറ്റീസ് ആർ എൻഡ്ലെസ്. ആൻഡ് ഐ വുഡ് സേ ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് AI ക്യാൻ ആക്ച്വലി റീപ്ലേസ് UI/UX ബിക്കോസ് പിന്നെ അനദർ തിങ് ഇസ് റിസർച്ച്. അങ്ങനത്തെ സാധനമൊക്കെ കുറച്ചുകൂടി ഹ്യൂമൻ ബ്രെയിനിൻ്റെ ആവശ്യമുള്ള സാധനം. ഇപ്പം ഞാൻ പറഞ്ഞ ഈ സൈക്കോളജി, ഓക്കെ, അതായത് 1 സ്റ്റാർ റേറ്റ് ചെയ്തു എന്നിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു. ഇത് ചിലപ്പോൾ AI ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ AI മനസ്സിലാവണമെന്നില്ല. ഇത് നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുക, എന്നിട്ട് അവരെ ഏത് പോയിന്റിൽ നിന്നാണ് വരുന്നത്, ഏത് പോയിന്റിൽ നിന്നാണ് അത് ആലോചിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് എ ഹ്യൂമൻ ബ്രെയിൻ. സോ ഐ തിങ്ക് ലൈക്ക് AI is something that will boost our workflow rather than suppress the job. ഓക്കെ, പ്രിയങ്ക ഏറ്റവും യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതാണ് ഇപ്പോൾ? Obviously Figma, because Figma is the industry standard now. ഫിഗ്മയുടെ തന്നെ ഇപ്പം ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് മെയിലായിരുന്നു. ആൻഡ് ദേ ഹാവ് കം അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. അതായത് അവരുടെ തന്നെ ബൈ പ്രോഡക്ട്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ദർ ഇസ് സംതിങ് കോൾഡ് ഫിഗ്മ മേക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രോംസ് കൊടുത്തിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫുൾ വർക്കിംഗ് പ്രോട്ടോടൈപ്പ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പം ഒരാൾക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ അപ്പം നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും ടു മൂവ് ഫോർവേഡ്. ദെൻ ദർ ഇസ് ഫിഗ്മ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററലി പ്രോംസ് വെച്ചിട്ട് ഒരു സൈറ്റ് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തെടുക്കാം, എന്നിട്ട് ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി അമേസിങ്. അതിൻ്റെ പോസിബിലിറ്റീസ് ഭയങ്കര എൻഡ്ലെസ് ആണ്. ഓരോരുത്തർ അതിൽ ചെയ്യുന്ന സാധനങ്ങൾ ആൻഡ് അതിൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് കുറേ ആൾക്കാർ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഫിഗ്മ ബസ് എന്ന് പറഞ്ഞിട്ട്, അതെന്ന് പറയുന്നത് മൊറോലെസ് ലൈക്ക് ഒരു ക്യാൻവ എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ആൻ അഡ്വാൻസ് ക്യാൻവ. ബട്ട് അതിനകത്ത് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ് എല്ലാം. സോ ഫിഗ്മ എന്ന് പറയുന്നത് ഓൾ ഇൻ ഓൾ ടൂളായി. ആൻഡ് ഇപ്പം ഇലസ്ട്രേറ്റർ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഇപ്പം നമുക്ക് ഫിഗ്മ ഡ്രോ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ അവർ എല്ലാം ചെയ്യാൻ ഒരു ഫിഗ്മ മതി. യെസ്. ആൻഡ് ഈ ബാക്കിയുള്ള ആപ്സും അതൊക്കെ എടുക്കുന്ന സ്പേസിൻ്റെ പകുതി പോലും ഫിഗ്മ എടുക്കത്തില്ല. ക്ലൗഡ് ബേസ്ഡ് ആണ്. ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന AI ടൂൾസോ? ഒബ്വിയസ്ലി GPT യൂസ് ചെയ്യാറുണ്ട്, ആൻഡ് പെർപ്ലെക്സിറ്റി ആയാലും. അപ്പം നമ്മൾ കൂടുതലും റിസർച്ച് ആൻഡ് ഇപ്പോൾ നമുക്കിപ്പോൾ യൂസർ റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തെടുക്കാനും അതിനൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് AIs. അതിനൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ മിഡ് ജേർണി യൂസ് ചെയ്തുകൊണ്ടിരുന്നു, ബട്ട് ഇപ്പോൾ നമുക്ക് ഫിഗ്മയിൽ തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്യാം. സോ ഒരു ഫ്രഷറിനോട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പ്രിയങ്ക പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്കൊരു 2 ഇതായിട്ട് ക്ലാസ് ചെയ്യാം, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് ബിഗിനർ ആണെങ്കിൽ. ഒന്നെന്ന് പറയുന്നത് വിഷ്വൽ സൈഡും പിന്നെ സംതിങ് വിത്ത് കേസ് സ്റ്റഡി. ഇപ്പോൾ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ബിഗിനർ ആകുമ്പോൾ നമ്മൾ വിഷ്വൽ സൈഡിൽ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് ഷോക്കേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഐ തിങ്ക് ഇപ്പം പ്രോബ്ലി ഒന്നിലെ നമുക്ക് പോർട്ട്ഫോളിയോ ആയിട്ട് ഒരു വെബ്സൈറ്റിൽ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രിബിൾ തന്നെയാണ് ബേസിക്സ് ആയിട്ട് ഉള്ളത്. അപ്പോൾ അതിനുള്ള റിസോഴ്സസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സൈറ്റൊക്കെ ബിൽഡ് ചെയ്യാൻ. ബട്ട് അതല്ല എനിക്ക് പെട്ടെന്ന് അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഡ്രിബിൾ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ വിഷ്വൽസ് ഇപ്പോൾ മോഷൻ ഡിസൈൻ ആയാലും ലൈക്ക് ചെറിയ ആനിമേഷൻസ് ഒക്കെ ചെയ്യുന്നതായാലും, പിന്നെ അല്ലാതെ ഇങ്ങനത്തെ നമ്മൾ കാർഡ്സ് അങ്ങനത്തെ സാധനമൊക്കെ ചെയ്യുന്നത്, നമുക്ക് സ്ക്രീൻസൊക്കെ ചെയ്യുന്നത് നമുക്ക് ഡ്രിബിളിലിടാൻ പറ്റും. ദാറ്റ്സ് വൺ തിങ്. പക്ഷേ ഓൺലി പ്രോബ്ലം ഇസ് ലൈക്ക് നമ്മൾ അതിൽ നമ്മുടെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ആരും അറിയുന്നില്ല, ഫൈനൽ ഔട്ട് മാത്രമേ കാണുന്നുള്ളൂ. സോ അവിടെയാണ് ഈ കേസ് സ്റ്റഡീസ്, ദാറ്റ്സ് വെയർ ദീസ് കേസ് സ്റ്റഡീസ് കം ഇൻ ടു പ്ലേ. അപ്പോൾ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് യു ടേക്ക് എ പ്രോബ്ലം ആൻഡ് യു സോൾവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റെപ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഒരു ബ്ലോഗായിട്ടോ വിത്ത് ഇമേജസ് ആൻഡ് അങ്ങനത്തെ ഒരു സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നതാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഒരു 2-3 കേസ് സ്റ്റഡീസ് അലോങ് വിത്ത് എ ഡ്രിബിൾ പോർട്ട്ഫോളിയോ ഷുഡ് ബി വർക്കിംഗ്. ഓൾറൈറ്റ്. സോ വെൻ യു ഹാവ് സംവൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോർട്ട്ഫോളിയോ നോക്കുന്ന കാര്യം എന്താ? ഐ തിങ്ക് ദ പ്രോസസ്. ഓക്കെ, ഒബ്വിയസ്ലി നമ്മൾ ഡിസൈനിൻ്റെ ഇത് നോക്കും, അതായത് വിഷ്വലി ആൾ അലൈൻഡ് ആണോ എന്നുള്ളത് നോക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ വിഷ്വലി ആൾ അലൈൻഡ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ തിങ്സ് ലൈക്ക് ടൈപ്പോഗ്രഫി യൂസ് ചെയ്യുന്നത് ആ ഒരു സ്ക്രീൻ അപ്രോപ്രിയേറ്റ് ആണോ,
അതിൻ്റെ പാഡിങ് യൂസ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് റെസ്യൂമെ ആണ്. പോർട്ട്ഫോളിയോയിൽ അതെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. യാ, ഓക്കെ. അത് ചെക്ക് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേസ് സ്റ്റഡിയിലായാലും ചിലർ വന്നിട്ട് കേസ് സ്റ്റഡി കൊണ്ടുവരും, ജസ്റ്റ് ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സ്. ഞാൻ ഇങ്ങനെ ഐഡിയേറ്റ് ചെയ്തു, ഇത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഡിസൈൻ ചെയ്തു, പ്രോട്ടോടൈപ്പ് ചെയ്തു. സോ ആസ് എ UI/UX ഡിസൈനർ വി നോ ഇറ്റ് ഡസൻറ്റ് വർക്ക് ദാറ്റ് വേ. ഓക്കെ. നമുക്ക് പറയാം അങ്ങനെ ചെയ്തു എന്നുള്ളത്, മേ ബി ഒരു ഒരു 60% അത് കറക്റ്റായിരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ സ്റ്റെപ്പിലും നമ്മൾ തിരിച്ചു വരും, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സോ അതാണ് ദ റോ മെസ്സി പ്രോസസ്. ആൻഡ് ഹയർ ചെയ്യുന്ന ആർക്കായാലും അതാണ് ആക്ച്വലി അറിയേണ്ടത്. ലൈക്ക് ഹൗ മെനി ടൈംസ് യു കെയിം ബാക്ക്, ഹൗ മെനി ടൈംസ് യു മെയ്ഡ് പ്രോഗ്രസ്. സോ ദാറ്റ്സ് വാട്ട്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ചില സാധനങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം ഓക്കെ ഇന്ന് ഒരു കോൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഇത് ഫൈനലൈസ് ചെയ്യാമെന്ന് പറയും. ആ കോൾ എന്ന് പറയുന്നത് ഇന്നത്തെ കോളിൽ ഡിസൈഡ് ആവില്ല. ഇന്നത്തെ കോൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിസൈനായിട്ട് വരും, ദെൻ വിൽ ഗോ ബാക്ക് അഗെയിൻ. അങ്ങനെ ഞാനൊരു റീസെൻ്റായിട്ട് വർക്ക് ചെയ്ത പ്രോജക്ട്സിൽ വി ഹാവ് വെൻ ത്രൂ ബാക്ക് ആൻഡ് ഫോർത്ത് ഫോർ ലൈക്ക് ഓൾമോസ്റ്റ് 6 times. That's like 6+ hours. Got it. Okay, then only we come to the final design portion. So that's the messy part, and the recruiters want to know that messy part. ഓക്കെ. ആസ്കിങ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഒരു ടീമിൽ 5-6 ആൾക്കാരുണ്ട്. ഈ 5-6 ആൾക്കാരും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നവരാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഓൾസോ. അപ്പോൾ ഒബ്വിയസ്ലി ഡിസഗ്രീമെൻറ്റ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാറുള്ളത്? ഹാൻഡിൽ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മൾ ലൈക്ക് എസ്പെഷ്യലി ഇപ്പം ഒരു ഡിസൈൻ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഡിസൈനർ പ്ലസ് എൻജിനീയേഴ്സ് അല്ലെങ്കിൽ PM അങ്ങനത്തെ ആൾക്കാരായിരിക്കും, TLs ആയിരിക്കും. ഒബ്വിയസ്ലി ഡിസഗ്രിമെൻറ്റ്സ് വരും. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഐഡിയൽ തിങ് ഇസ് ലൈക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് ഗോളാണ് ഓർ എന്ത് പ്രോബ്ലമാണ് അവിടെ സോൾവ് ചെയ്യുന്നത്, എന്ത് ഗോളാണ് അവിടെ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. സോ ഈ ബാക്കിയുള്ളവർ പറയുന്നത് അതായിട്ട് അലൈൻ ആവുന്നു എന്നുണ്ടെങ്കിൽ യു ടേക്ക് ഇറ്റ്, യു ട്രൈ ഇറ്റ് ഔട്ട്. സോ ഞാനിപ്പോൾ പറഞ്ഞ റീസെൻറ്റ് പ്രോജക്ട്സിലും ലൈക്ക് ഞാൻ ചെയ്ത സൊല്യൂഷൻ വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ സംബഡി എൽസ് സജസ്റ്റഡ് മേ ബി യു ഷുഡ് ട്രൈ ദിസ്, ദെൻ ഐ ട്രൈ ദാറ്റ്, ദാറ്റ് വർക്ക്ഡ് ഔട്ട്. സോ ഇതെന്ന് പറയുന്നത് ഒരാളുടെ എഫേർട്ടല്ല, ഇറ്റ്സ് എ കമ്പൈൻഡ് എഫേർട്ട്. ഇപ്പം നമ്മളൊരു ഒരു സാധനം ഡിപ്ലോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഡിസൈനർ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, ബട്ട് ആ കംപ്ലീറ്റ് വിഷൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള എൻജിനീയേഴ്സ്, അതിനകത്തുള്ള പ്രൊഡക്റ്റ് മാനേജേഴ്സ് എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് അവിടെ കിട്ടുന്നത്. ടീം വർക്ക് തന്നെയാണ്. യെസ്, ഒബ്വിയസ്ലി. സോ ഹൗ ഡു യു സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ട്രെൻഡ്സ്? ഇപ്പം പുതിയ എന്തെങ്കിലും ട്രെൻഡ് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യാറുണ്ടോ, അതോ എല്ലാ ട്രെൻഡ്സൊന്നും നോക്കാറില്ലേ? എങ്ങനെയാണ് പ്രിയങ്കയുടെ ഒരു വർക്ക് സ്റ്റൈൽ? ഓക്കെ, ഇപ്പോൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്നത് കുറേ ട്രെൻഡ്സ് വന്നിട്ടുണ്ട്. ബ്രൂട്ടലിസം, ഗ്ലാസ് മോഫിസം, ആൻഡ് ദ റീസെൻറ്റ് വൺ ഇസ് ദ ലിക്വിഡ് ഗ്ലാസ്. ഐഫോൺസിലൊക്കെ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഓൺലി തിങ് ഇസ് ലൈക്ക് അത് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല, ബട്ട് ഓൺലി തിങ് ഇസ് നമ്മൾ നമ്മുടെ വർക്കിലേക്ക് എടുക്കുമ്പം നമ്മുടെ പ്രോബ്ലമിനെ അത് സോൾവ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ബിസിനസ് ഗോളായിട്ട് അത് അലൈൻ ആവുന്നുണ്ടോ, ഓൾസോ നമ്മുടെ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ആയിട്ട് അത് അലൈൻ ആവുന്നുണ്ടോ നോക്കണം. ബിക്കോസ് യൂസേഴ്സിനായാലും നമ്മളൊരു സാധനം ബിൽഡ് ചെയ്യുമ്പം ദേ ലവ് കൺസിസ്റ്റൻസി. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരു ട്രെൻഡ് ഇത് അടിപൊളിയായിട്ടുണ്ട്, ഇത് ഞാൻ ചെയ്യുകയാണ്, ഇതിൽ എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസറുടെ പോയിന്റിൽ ഈ ആപ്പിൽ ഞാനിത് കണ്ടിട്ടില്ലല്ലോ മുന്നേ, അപ്പോൾ അവർക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കൺസിസ്റ്റൻറ്റ് ബിഹേവിയർ അല്ല. അപ്പോൾ ആ ഒരു ഫാമിലിയാരിറ്റി അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. യൂസേഴ്സ് ഇപ്പം നമ്മൾ എന്താ പറയുക, ഇറ്റ്സ് എ മോർ സൈക്കോളജിക്കൽ തിങ്. ലൈക്ക് വി ലവ് ഫാമിലിയർ തിങ്സ്. കറക്റ്റ് അല്ലേ? നമുക്ക് എന്ത് ഫാമിലിയർ ആണോ അതിലേക്കാണ് നമ്മൾ എപ്പോഴും ഡ്രോ ആവുന്നത്. സോ ഇപ്പം നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് ഗ്ലാസിൻ്റെ തന്നെ ഒബ്വിയസ്ലി ആപ്പ് ലൈക്ക് ഫോണിലേക്ക് വന്നപ്പം ഒക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് അതിന് ചില ആക്സസിബിലിറ്റീസ് ഇഷ്യൂ ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് പ്രായമുള്ളവർ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പം എൻ്റെ വീട്ടിൽ 2 പേര് കുറച്ച് പ്രായമുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഐഫോൺ എടുത്തിട്ട് അവർക്ക് ചിലത് കാണുന്നില്ല. ഓക്കെ, അപ്പം ആക്സസിബിലിറ്റി ചെറിയ ഇഷ്യൂസും ഉണ്ട്. അപ്പം അതാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ സാധനങ്ങളും ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവിൽ നമ്മുടെ യൂസർ ബേസ് ഏതാണ് അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം ഒരു ട്രെൻഡ് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ.
ഓക്കെ, അതും സ്ട്രൈക്കിംഗ് ആണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ ശരിക്കും പഠിക്കണം. യെസ്, യെസ്. കറക്റ്റ്. ഇപ്പോൾ പുതിയ സ്പെഷ്യലൈസേഷൻസ് ഉണ്ടല്ലോ, AI, AR, VR ഒക്കെ. അതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞുതരൂ. ഇപ്പോൾ പുതിയതായിട്ട് UI റിലേറ്റഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UI എൻജിനീയർ എന്ന് പറഞ്ഞിട്ടൊരു റോള് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ബിക്കോസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഗ്മയിൽ തന്നെ ഫിഗ്മ മേക്കിൽ നമുക്ക് ബേസിക്കലി പ്രോംപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫിഗ്മ സൈറ്റിൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു ഫുള്ളി ഫങ്ഷണൽ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ അത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ UI എൻജിനീയർ എന്ന് പറയുന്നത് ഹൂ ഡസ് UI UX ഡിസൈൻ പ്ലസ് ഓൾസോ ദ ഫ്രണ്ട് എൻജിനീയർ സൈഡ്. സോ അങ്ങനത്തെ എക്സ്പെക്റ്റഡ് റോൾസ് ഫ്യൂച്ചറിൽ വരാൻ ഡിസൈൻ എഞ്ചിനീയർ. യെസ്, ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ AR VR എന്ന് പറയുന്നത് ഇറ്റ് ഹസ് ഓൾറെഡി എക്സിസ്റ്റഡ് ബിഫോർ ഓൾസോ. അപ്പം ഇപ്പോഴത്തെ പുതിയ ഒരു അഡ്വാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദ ന്യൂ റേബാൻ മെറ്റാ ഗ്ലാസസ്. അപ്പം ലൈക്ക് ന്യൂ ഡിവൈസസിലേക്ക് വരുന്നുണ്ട്, ന്യൂ കൺസ്ട്രെയിൻസിലേക്ക് വരുന്നുണ്ട്. സോ മേ ബി ആസ് എ UI UX ഡിസൈനർ വി നീഡ് ടു ഓൾസോ എക്സ്പ്ലോർ ലൈക്ക് സ്മോളർ സ്ക്രീൻസ്. അതിലുള്ള ഫെർദർ അഡ്വാൻസ്മെൻറ്റിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള സാധനം കാണും. ഓക്കെ, ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഫിലോസഫി ചോദിച്ചാൽ ഏതാ പറയുക? ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഐ വുഡ് സേ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നൊരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഷുഡ് ആക്ച്വലി സോൾവ് ദ പ്രോബ്ലം. ഡിസൈൻ ഷുഡ് ആക്ച്വലി സെർവ് എ പർപ്പസ് and it should be simple, it should be easy, and it should solve the problem we are intending to solve. മിനിമലിസം ആണെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും. യാ, മിനിമലിസം. ബട്ട് മാക്സിമലിസം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിൽ പല കാര്യങ്ങളും സോൾവ് ചെയ്യാന്നുള്ളത്. ബട്ട് പേഴ്സണലി ഞാനൊരു മിനിമലിസ്റ്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു ഡിസൈൻ. എനിക്ക് കുറേ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുക്കുന്നത് അത് എനിക്ക് പേഴ്സണലി എൻ്റെ സ്റ്റൈൽ അതല്ല. യാ. ഓക്കെ, സോ അഗെയിൻ ആസ്കിങ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഡു യു ജഡ്ജ് പോസ്റ്റേഴ്സ്, കാർഡ്സ്, അല്ലെങ്കിൽ വേണ്ട ഒരാളുടെ ഡ്രസ്സ്? കാരണം ഒബ്വിയസ്ലി UI ഡിസൈനർ ആകുമ്പം അങ്ങോട്ടേക്കായിരിക്കുമല്ലോ കൂടുതൽ ശ്രദ്ധ. ഓ യെസ്, യെസ്, ആബ്സല്യൂട്ട്ലി. ലൈക്ക് എപ്പോഴും ജഡ്ജ് ചെയ്യുന്നല്ല, ബട്ട് സ്റ്റിൽ പെട്ടെന്ന് നമുക്കൊരു ഇത് ഇതെന്തോ ഒരു റോങ് ഉണ്ടല്ലോ അവിടെ ശരിയില്ലല്ലോ, അലൈൻമെൻറ്റ് ശരി പെട്ടെന്ന് പോവും. പിന്നെ വരുന്നത് ലൈക്ക് ഔട്ട്ഫിറ്റ്സ് വരുമ്പോൾ പെർട്ടിക്കുലർലി ലൈക്ക് നമുക്ക് ആ കളർ കോഡും ഇതൊക്കെ അതെൻ്റെ ബാക്ക് ഓഫ് മൈൻഡിൽ എപ്പോഴും ഓടുന്ന സാധനമാണ് വെൻ ഇറ്റ് കംസ് ടു യുനോ ഔട്ട്ഫിറ്റ്സ് ആൻഡ് എസ്പെഷ്യലി ഡെക്കോർ. ഫോർ മീ ഡെക്കോർ വരുമ്പം ഐ ഹാവ് ലൈക്ക് എന്താ പറയുക, എനിക്ക് ഇന്ന സ്റ്റൈൽ വേണം, ഇന്ന ഇത് ബ്ലെൻഡ് ചെയ്ത് പോകണം, അങ്ങനത്തെ കുറച്ച് സ്പെസിഫിക് സാധനങ്ങളുണ്ട്. സോ വിച്ച് വൺ ഡു യു സജസ്റ്റ്? ഒരു മെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നതാണോ അതോ ഒറ്റയ്ക്ക് യൂട്യൂബും ഫ്രീ ആയിട്ടുള്ള കുറേ ട്യൂട്ടോറിയൽസൊക്കെ നോക്കി പഠിക്കുന്നതാണോ നല്ലത്? നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് അങ്ങനെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഐ വുഡ് സേ ദിസ് മെൻറ്റർ ലൈഫ്. ബിക്കോസ് നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ആയാലും കുറേ സാധനങ്ങളുണ്ട്, ബട്ട് ചില സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്താ മിസ്ലീഡ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ആ സൈഡിലുണ്ട്, ഈവൻ ദോ ദർ ആർ ഫ്രീ റിസോഴ്സസ്. ബട്ട് ഐ വുഡ് സജസ്റ്റ് യു ഗോ ഫോർ എ മെൻറ്റർ ലെഡ് പ്രോഗ്രാം. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾ യൂട്യൂബ് റെഫറൻസ് ചെയ്യുന്നതിൽ ഇറ്റ് മേക്ക് സെൻസ്. ബട്ട് ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് എ മെൻറ്റർ ലെഡ് പ്രോഗ്രാം. ബട്ട് ഞാൻ മനസ്സിലാക്കിയില്ല, കുറേ സ്റ്റുഡൻസ് ഈ ഫ്രീ പ്രോഗ്രാംസിൽ പഠിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിൽ മേ ബി അവർ പഠിക്കുന്നുണ്ടാവും, പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കൺസിസ്റ്റൻസിനെ പറ്റിയിട്ട്, അത് ഇല്ലാണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു മെൻറ്റർ ഇല്ലെങ്കിൽ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം കോഴ്സ് തീരാൻ ഒറ്റക്ക് പഠിക്കുന്ന സമയത്ത്. യാ. പിന്നെ എനിക്കറിയാമല്ലോ മെൻറ്റൽ ലെഡ് എന്ന് പറയുമ്പം നമുക്കൊരു അക്കൗണ്ടബിലിറ്റി കൂടിയുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് ഒരു സ്റ്റഡി പാറ്റേൺ ഉണ്ടാവും, ഐ മീൻ സ്റ്റഡി അല്ല ലേണിംഗ് പാറ്റേൺ ഉണ്ടാവും, ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് us to gain the skill faster. കറക്റ്റ്. ഐ തിങ്ക് ഈവൻ ജിമ്മിൽ വരെ ഇപ്പോൾ എല്ലാവരും പാർട്ട്ണർ അല്ലെങ്കിൽ ട്രെയിനർ ഇല്ലാണ്ട് നടക്കുന്നില്ല, കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട്. യെസ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എനിക്കുള്ളത്, ഒരു ഞാനിപ്പോൾ പറയുകയാണ് എൻട്രി അല്ലാത്ത ഏതെങ്കിലും ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പ് പ്രിയങ്ക ഭയങ്കര അഡ്മയർ ചെയ്യുന്നത് ഏതായിരിക്കും? Spotify is I think designers favorite ആണ് Spotify. I think so. Because obviously these of accessibility, especially നമ്മുടെ എല്ലാ വിരൽ തുമ്പിൽ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അവർ ഓരോ പ്രിൻസിപ്പിൾസ് അത്രയ്ക്ക്
തോട്ട് കൊടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം പ്ലേ ബട്ടൺ ആയാലും എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു കൈ കൊണ്ട് നമുക്കെല്ലാം എടുത്ത് അപ്പുറത്തപ്പുറത്തൊക്കെ പോവാം. സോ ഐ വുഡ് ഓക്കെ. സേ സ്പോട്ടിഫൈ ഫോർ ഷുവർ. യാ. ഓൾ റൈറ്റ്. പിന്നെ എയർബിഎൻബി ഓൾസോ അവരുടെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് അവരുടെ ആ ഒരു ഹ്യൂജ് സെറ്റപ്പ്, അവരുടെ സിസ്റ്റം, ഡിസൈൻ സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഐ തിങ്ക് ദേ ആർ വൺ ഓഫ് ദ ടോപ്പ് റേറ്റഡ് ഡിസൈൻ കമ്പനി, ഐ വുഡ് സേ ഡിസൈൻ ടീംസ്. ഓക്കെ, അങ്ങനെ ടോപ്പ് റേറ്റഡ് ഡിസൈൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ? അങ്ങനെ സംഭവമല്ല, ബട്ട് നമ്മൾ ജനറലി പറയുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ റെഫറൻസ് ചെയ്യുന്നത് എയർബിഎൻബിയുടെ ഡിസൈൻ ടീമാണ് ആ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്. സോ പ്രിയങ്ക, താങ്ക് യു സോ മച്ച്. കുറേ ഇൻസൈറ്റ്സ് കിട്ടി. ഇറ്റ് വാസ് വെരി നൈസ് ഹാവിങ് യു ബൈ സൈഡ്. താങ്ക് താങ്ക് യു യു സോ താങ്ക് യു മച്ച്. ഫോർ ഹാവിങ് മീ. ഓക്കെ.